ഹലോ, വെറുതെ ഒരു ഹെയർ സ്പാ ചെയ്യാൻ വന്ന ഞാനാണ് കേട്ടോ. ഇപ്പോൾ ഇതേ ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റിൽ പെട്ട് ഇവിടെ കിടക്കുകയാണ്. അപ്പോൾ മുടി ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ട്, ഹെയർ നന്നായിട്ട് നല്ല ഡാൻഡ്രഫ് ഉണ്ട്. അത് ഇവിടെ വന്നപ്പോഴാണ് ഞാൻ കണ്ടത് കേട്ടോ. ഇതിന് മുമ്പ് കണ്ടില്ലായിരുന്നു, പക്ഷെ നല്ല ഡാൻഡ്രഫ് ഉണ്ട്. ആ കുട്ടി കാണിച്ചു തന്നപ്പോഴാണ് മനസ്സിലായി. അപ്പോൾ അതേ ഒരു ഷാമ്പൂ ഒക്കെ ഇട്ട് മുക്കി തേച്ച് വെച്ചിട്ടുണ്ട് എൻ്റെ ഇവിടെ. ടീയും കോഫിയൊക്കെ വേണമെന്ന് ചോദിച്ചിട്ട് വേണ്ടാന്ന് പറഞ്ഞു. നമ്മളുടെ എടപ്പള്ളിയിൽ ഗ്രാൻഡ് മാളിലുള്ള അഷ്ടമുടി എന്നാണ് തോന്നുന്നത് അതിൻ്റെ പേര്. ആ ഒരു സലൂണിലാണ് ഞാനുള്ളത് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് കാണാം. അത് കഴിഞ്ഞ ഭയങ്കര സംഭവം എന്ന് പറഞ്ഞിട്ടാണ് എന്നെ ഇവിടെ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ അവിടെ കിടന്ന നേരം വെറുതെ കിടന്നില്ല. എന്തായാലും കിടക്കുമ്പോൾ ബോറടിച്ചിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ വിചാരിച്ചു ഇതിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് എടുക്കാമെന്ന് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ എടുത്ത വീഡിയോസാണ് ഈ കാണുന്നത്. ഇത് അതിൻ്റെ ഒരു നമ്മൾ ഹെയറൊക്കെ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ് ആ കാണുന്നത്. അവിടെ ഓൾറെഡി ഇപ്പോൾ ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇത് അവർ നമ്മൾ ഹെയർ വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യാനുള്ള ടവൽസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എന്താ പറയുക, എൻ്റെ തലയൊക്കെ ആ കുട്ടി വന്ന് നല്ല വൃത്തിയായിട്ട് വാഷ് ചെയ്തു. അവരുടെ തന്നെ പ്രൊഫഷണൽ ഷാമ്പൂസ് യൂസ് ചെയ്തിട്ടാണ് എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം നല്ല നീറ്റായിട്ടൊക്കെ ചെയ്തു തന്നു കേട്ടോ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ബോറടിയായിരുന്നു. ഇത്തിരി നേരം സത്യം പറഞ്ഞാൽ എനിക്ക് പാർലറിൽ പോകാൻ ഭയങ്കര മടിയാണ്. അങ്ങനെ ഭയങ്കരമായിട്ട് ബോറടിക്കുന്ന ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെയെന്ന് വെച്ചാൽ ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുക, ഇവരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സലൂൺസിൻ്റെ അല്ല, പൊതുവേ നമ്മൾ ഏതൊരു പാർലറിൽ പോയാലും എനിക്ക് എപ്പോഴും പറ്റിയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് ഇങ്ങനെ സുഖമായിട്ട് ചിലപ്പോൾ നല്ലൊരു ഉറക്കത്തിലേക്കൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരിക്കും അവരുടെ മസാജോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ കൊണ്ടിട്ട് കേട്ടോ. അപ്പോൾ ആ സമയത്തായിരിക്കും എഴുന്നേറ്റോ എല്ലാം കഴിഞ്ഞു കിട്ടാന്ന്. എൻ്റെ പൊന്നോ, പകുതി ഉറക്കത്തിൽ വീണിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് എഴുന്നേറ്റ് വരുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. കുറേ നേരത്തേക്ക് എനിക്ക് എപ്പോഴും ഒരു പകുതി കിളി പോയ ഒരു അവസ്ഥയിലാണ് ഞാൻ വരാറ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഇടയായിട്ട് ഭയങ്കര മടുപ്പാണ്. ഞാൻ ഒരു കാര്യങ്ങൾക്കും ചെല്ലാറില്ല. ആകെ ഞാൻ തലമുടി എന്തെങ്കിലും പരിപാടികൾ ചെയ്യാണ്ടെങ്കിൽ മാത്രമാണ് സലൂണിലേക്ക് പോവുക കേട്ടോ. പിന്നെ അല്ലെങ്കിൽ ഉണ്ണിക്ക് വേണ്ടിയിട്ടാണ് പോണത്. ഇതല്ലാതെ ഞാൻ പോകാറേ ഇല്ല. പിന്നെ ഉണ്ണിയുടെ തലയും ഏറെക്കുറെ ഞാൻ തന്നെ പണി പഠിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ആ കുട്ടി നന്നായിട്ട് ഹെയറൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ബാക്കി നമുക്ക് ട്രീറ്റ്മെൻറ്റുകൾ ഓരോന്നായിട്ട് കാണാം കേട്ടോ. എന്നെ അങ്ങനെ ഹെയറൊക്കെ വാഷ് ചെയ്ത് ഇവിടെ കൊണ്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. തലയൊക്കെ കെട്ടി തന്നിട്ട് ആൾ ടൂൾസ് എടുക്കാൻ പോയേക്കാണ്. പണിയായുധങ്ങളൊക്കെ കൊണ്ടുവരണമല്ലോ. അപ്പോൾ എനിക്കൊരു സീറ്റൊക്കെ കാണിച്ചു തന്നിട്ട് അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. പിന്നെ ചെന്നപ്പോൾ തന്നെ നമ്മളെ അടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ആക്ച്വലി ഞാൻ ഒരു ഹെയർ സ്പാ ചെയ്യാൻ പോയതാണ്. പിന്നെ ഞാൻ അവിടെ എത്തിയപ്പോൾ എനിക്ക് എൻ്റെ മുടി ഇപ്പോൾ ഒരു ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്തൊരവസ്ഥ എന്ന് പറയില്ലേ, ഷോൾഡറിലേക്ക് എത്തിയിട്ടുമില്ല, എന്നാൽ കെട്ടി വയ്ക്കാൻ പറ്റുകയും ചെയ്യും. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. ആ ഒരു ലെങ്ത്ത് അങ്ങനെയായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ എനിക്കത് അഴിച്ചിടുമ്പോൾ ഭംഗിയാണ്. പക്ഷേ എല്ലാ സമയത്തും നമ്മൾ ആ വിചാരിക്കുന്ന ഒരു ഭംഗിയിൽ നിൽക്കില്ല. അതാണ് ഈ കേളി ഹെയറിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും കേളി ഹെയർസ് ഭയങ്കര ഇഷ്ടമാണ്. കേൾസൊക്കെ നല്ല ഭംഗിയൊക്കെ തന്നെയാണ്. പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് നമ്മൾ ഈ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹെയറിനേക്കാളും ഭയങ്കര ബുദ്ധിമുട്ടാണ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു പരിപാടിക്ക് പോകാൻ നിൽക്കുമ്പോഴോ ആ സമയത്ത് ഈ മുടി ഒരിക്കലും സെറ്റാവില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് കേൾസ് ഞാനും ഇപ്പോൾ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ. പക്ഷേ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, എനിക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ പെട്ടെന്നൊന്ന് റെഡി ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് എനിക്ക് സ്ട്രെയിറ്റ് ഹെയർ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ സ്ട്രെയിറ്റനിങ് അല്ലെങ്കിൽ സ്മൂത്തനിങ് ചെയ്യാമെന്നൊക്കെയുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ആ ഒരു ട്രീറ്റ്മെൻറ്റ് വലിയ കാര്യമായിട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ്, പിന്നെ അതേപോലെ കുറച്ചും കൂടി നാച്ചുറൽ ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ആണ് ഇതെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മളൊരു പ്രോട്ടീൻ എന്താ പറയുക ചെയ്യാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത് കേട്ടോ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളുടെ മുടിക്കും നല്ലതായിരിക്കും പ്രോട്ടീൻ എന്നുള്ളത് കൊണ്ട് കൂടി. അങ്ങനെ കുറേ നേരം സംസാരിച്ച് ചർച്ചകൾക്കൊടുവിലാണ് ഞാൻ ഈ ഒരു തീരുമാനത്തിലെത്തിയത്. അല്ലാണ്ട് എന്നെ ഒരു വലിച്ച് നിർബന്ധിച്ച് അവിടെ കൊണ്ടിരുത്തിയതൊന്നുമല്ല കേട്ടോ. അല്ലെങ്കിൽ എന്നെ എന്താ പറയുക സ്പാ ചെയ്യാമെന്ന് എന്നെ ക്യാൻവാസ് ചെയ്ത് പിടിച്ചിരുത്തിയതൊന്നുമല്ല. എൻ്റെയും കൂടി അതെ എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ, നമ്മളുടെ കൂടി തീരുമാനത്തിലായിരിക്കുമല്ലോ നമ്മളതിലെത്തുക. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നിട്ട് ബോറടി ആയതുകൊണ്ട് ഞാൻ എനിക്കറിയാതെ ഇംഗ്ലീഷ് ഹിന്ദി വെച്ചാൽ കുട്ടിക്ക് നന്നായിട്ട് എന്താ പറയുക പഠിച്ചു എന്ന് തന്നെ പറയാം. കുറേ സംശയങ്ങളാണ്. ഈ പറഞ്ഞ പോലെ കുറേ സമയമുണ്ടല്ലോ ഈ ട്രീറ്റ്മെൻറ്റുകൾ നമ്മൾ എന്തെങ്കിലും ഇരിക്കുമ്പോൾ കുറേ സമയം നമുക്ക് ചിലവായി പോകില്ല. അപ്പോൾ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ നമ്മൾ അവരുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ഞാൻ അതിനേക്ക് ഉപയോഗിക്കാറ്. ഞാൻ എൻ്റേതായ കുറേ സംശയങ്ങൾ ചോദിക്കും. ചിലപ്പോൾ വേറെ ആൾക്കാരുടെ മുടിയൊക്കെ കാണുമ്പോൾ നമുക്ക് ഓരോ ഡൗട്ട് തോന്നുമല്ലോ. അതൊക്കെ ഞാൻ ഇങ്ങനെ ഓരോരുത്തരോട് ചോദിക്കും. ഒരേ കാര്യം തന്നെ ഞാൻ പല ആൾക്കാരോടും ചോദിക്കും. എന്നിട്ട് പലരുടെയും വ്യത്യസ്തമായ അഭിപ്രായങ്ങളായിരിക്കും. അപ്പോൾ അതിൽ നിന്നൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കിയൊക്കെ വയ്ക്കും കേട്ടോ. അപ്പോൾ അതാണ് എൻ്റെ പരിപാടി. അപ്പോൾ എന്തായാലും മുടിയൊക്കെ കുറച്ചൊന്ന് ഡ്രൈ ആക്കിയിട്ട്
ആളിത് അടുത്ത ടൂൾസ് എന്താണെന്ന് അറിയില്ല, തിരഞ്ഞുകൊണ്ട് നടക്കണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മൂപ്പരുടെ കിറ്റൊക്കെ കിട്ടി അവൻ്റെ വന്നത് കേട്ടോ. അപ്പോൾ ആ നേരം ഞാൻ ഇങ്ങനെ പോസ്റ്റ് അടിച്ചിരിക്കുവാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടാൻ പോണേന്നുള്ളതൊന്നും അറിയില്ല. പക്ഷെ സ്മൂത്തനിങ്ങിന് എത്രയും ഒരു ലോങ് പ്രോസസ്സ് ഒന്നും ആയിരുന്നില്ല. അപ്പോൾ അത് കാരണം അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിപ്പോൾ നിൽക്കുന്നുണ്ട്, മുടി നല്ല രസമായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷേ എപ്പോഴും ആ ഒരു ഭംഗിയിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ആ കേൾസ് കൊണ്ട് കിടക്കാനും നല്ല ഇഷ്ടമാണ്. എനിക്ക് ഈ ഹെയർ ചെയ്ത് ആ പയ്യൻ്റെ മുടി കണ്ടതിൻ്റെ എന്തൊരു ഭംഗിയാണെന്നറിയാം, എന്ത് രസമായിട്ടാണ് മുടി വെക്കണത്. ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് എന്താ ചെയ്യുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. പക്ഷേ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൻ്റെ നേരത്തെ ഉപയോഗിച്ചിരുന്ന ഡ്രയർ അത്ര നന്നായിട്ട് വർക്ക് ആവാത്തതുകൊണ്ടാണ് കേട്ടോ അവനത് എടുക്കാൻ പോയതായിരുന്നേ. അപ്പോൾ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം ഓരോ സ്റ്റെപ്പായിട്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്രീം അപ്ലൈ ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോ പാർട്ടീഷനായിട്ട് എടുത്തിട്ട് ക്രീം ഇങ്ങനെ എല്ലായിടത്തും കൃത്യമായിട്ട് അപ്ലൈ ചെയ്തൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ ഈ സംഭവം ചെയ്തിട്ട്. അപ്പോൾ അത് തന്നെ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ. വീഡിയോ ഇടാൻ കുറച്ചധികം വൈകിട്ടാണ് ഇടുന്നത്. അപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹെയർ നമ്മൾ ഇത് വെച്ചിട്ട് എന്താ പറയുക, സ്ട്രൈറ്റ്നർ വെച്ച് സ്ട്രൈറ്റ് ചെയ്ത് എടുക്കുകയാണ് ഉണ്ടായിരുന്നത്. സംഗതി എന്താ പറയുക, സിമ്പിളായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2-2.5 മണിക്കൂർ 3 മണിക്കൂറിൻ്റെ അടുത്തുള്ള സമയമേ വന്നിട്ടുള്ളൂ. നമ്മൾ സ്മൂത്തനിങ്ങിനൊക്കെ പോകുമ്പോൾ ചിലവഴിക്കുന്ന പോലെ ഒരുപാട് സമയത്തിൻ്റെ ആവശ്യം വന്നില്ല. അതെനിക്കൊരു ബെനിഫിറ്റായിട്ട് തോന്നി. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്താ പറയുക, ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടും കുഴപ്പമൊന്നുമില്ല. അവരുടെ പ്രോഡക്ട്സ് തന്നെ ഉപയോഗിക്കണം. അതൊക്കെ എല്ലാവരും പറയുന്ന പോലെ അവർ സജസ്റ്റ് ചെയ്യുന്ന പ്രോഡക്ട്സ് യൂസ് ചെയ്യുമ്പോഴാണ് ലോങ് ലാസ്റ്റ് ചെയ്യുക എന്നുള്ളത് പറയുന്ന പോലെ അവരവരുടെ കുറേ പ്രോഡക്ട്സിൻ്റെ കാര്യങ്ങളും പിന്നെ അതേപോലെ എന്താ പറയുക, എങ്ങനെ നമ്മളിതിനെ ആഫ്റ്റർ കെയർ ചെയ്യണം അതൊക്കെ അങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കേട്ടു. ഞാൻ എൻ്റെ വെറുപ്പിക്കൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു സംഗതി. എന്തായാലും ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് 2 ഫോട്ടോസ് ആഡ് ചെയ്യാം. ഒന്ന് എൻ്റെ പഴയ ഹെയറും പിന്നെ ഇപ്പോൾ പിന്നെ ഞാൻ ഈ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റിൻ്റെ പേര് പറഞ്ഞില്ലല്ലോ. ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ പേര് നാനോപ്ലാസ്റ്റിയ എന്നാണ്. അയ്യോ, ബ്രസീലിയൻ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് അത് ചെയ്യുന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ. അങ്ങനെയാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ വേറെ കാര്യമുണ്ട്, ഇത് ചെയ്ത് വന്ന് സമയം കുറേ ആയി കഴിഞ്ഞപ്പോൾ ലാസ്റ്റൊക്കെ ആയപ്പോൾ ഉണ്ടല്ലോ, 2 പേരും ഒരുമിച്ച് നിന്നിട്ട് 2 സൈഡിൽ നിന്നായിരുന്നു അയണിങ് ചെയ്യുന്നുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ആ സമയത്ത് എനിക്ക് കുറച്ചൊരു മടുപ്പ് തോന്നിയിരുന്നു. എനിക്കും സത്യം പറഞ്ഞാൽ കുറച്ച് നേരം ഇരിക്കുമ്പോഴേക്ക് നല്ല തണുപ്പൊക്കെ ആകുമ്പോൾ എനിക്ക് നല്ല ഉറക്കമൊക്കെ വരാൻ തുടങ്ങും. അങ്ങനെയാകുമ്പോൾ എനിക്ക് കുറച്ചൊരു മടുപ്പായിട്ടുണ്ടായിരുന്നു. എന്നാലും പിന്നെ കുഴപ്പമൊന്നുമില്ല, ഇത് കഴിയാണ്ട് എഴുന്നേറ്റ് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ അവിടെ ഇരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്താ വെച്ചാൽ, ഞാൻ 2 ഫോട്ടോ ആഡ് ചെയ്യാം. ഒന്ന് നമ്മുടെ കേൾസ് ഉള്ള ഹെയർ ആയിട്ടുള്ളതും പിന്നെ നമ്മളിപ്പോൾ ട്രീറ്റ്മെൻറ്റിന് ശേഷമുള്ളതും. അപ്പോൾ നാനോപ്ലാസ്റ്റിയ എന്നാണ് നമ്മുടെ ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ പേര്. അപ്പോൾ ഇത് ചെയ്തിട്ടുള്ള ഫോട്ടോ ഇടാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് വെറുതെ ഒന്ന് കമൻറ്റ് വഴി ഒന്ന് അറിയിക്കണേ. വെറുതെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് പേഴ്സണലി രണ്ടും ഇഷ്ടമാണ്. പക്ഷേ ഹാൻഡിൽ ചെയ്യാൻ എളുപ്പം ഈ സ്ട്രൈറ്റനിങ് അല്ലെങ്കിൽ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഹെയർ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതാണ് ഞാൻ കുറച്ചും കൂടി ഇഷ്ടപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.